നാസയ്ക്ക് മെയിനായിട്ട് 2 ഹെഡ് ക്വാർട്ടേഴ്സാണ് ഉള്ളത് കേട്ടോ. ഒന്ന് ജോൺ എഫ് കെന്നഡി സ്പേസ് സെൻറ്റർ, അത് ഫ്ലോറിഡയിലാണ് ഉള്ളത് കേട്ടോ. ഫ്ലോറിഡയിലെ താമ്പ എന്ന സ്ഥലത്താണ് നാസയുടെ മെയിൻ ഹെഡ് ക്വാർട്ടേഴ്സ് ഒന്നുള്ളത്. രണ്ടാമത്തേത് ഹ്യൂസ്റ്റണിലെ, ടെക്സാസിലെ ഹ്യൂസ്റ്റണിലെ നാസയുടെ ഒരു സ്പേസ് സെൻറ്റർ ഉണ്ട്. അടിപൊളിയാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത സംഭവമാണ്. അവിടെ പോയി കണ്ടിരിക്കേണ്ടതാണ്. അവിടെ മനുഷ്യരായിട്ട് പറഞ്ഞ ആൾക്കാരെല്ലാം പറ്റുമെങ്കിൽ അതൊന്ന് പോയി കാണണം. ഞാൻ പോയി 3 വട്ടം പോയി. ആദ്യ വട്ടം പോയിട്ട് എനിക്ക് ഫുള്ളായിട്ട് കാണാൻ പറ്റിയില്ല. രണ്ടാമത്തെ വട്ടം വീണ്ടും പോയി, പിന്നെ 3ാമത്തെ വട്ടം വീണ്ടും പോയി. കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പണ്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പലപ്പോഴും. ഭയങ്കര രസമാണ് കേട്ടോ. അത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു സ്ഥലമാണ് ഈ നാസയുടെ സ്പേസ് സെൻറ്റർ. നമ്മൾ വളരെ ചെറുതായി പോകുന്ന ഒരു ലോകമാണ് അതിൽ കയറി കഴിഞ്ഞാൽ കേട്ടോ. നമ്മൾ മനസ്സിലാക്കണം, അതിൽ കയറി കഴിഞ്ഞാൽ, നാസയ്ക്ക് അത് കയറി കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധി, നമ്മുടെ ഈ തലച്ചോറൊക്കെ എന്ത് ചെറുതാണ് എന്ന് തോന്നിപ്പോകുന്ന ഒരു നിമിഷമാണ് ഈ നാസയിൽ കയറി കഴിയുമ്പോൾ. കാരണം അതിനകത്തിലെ ഓരോ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തലയ്ക്ക് വട്ടുപിടിക്കും. അങ്ങനത്തെ ഉള്ള കാര്യങ്ങളാണ്. നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങളാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. സ്പേസിൽ പോയ കാര്യങ്ങൾ, പിന്നെ അപ്പോളോ 11 കാര്യങ്ങൾ, അപ്പോളോ 11 മിഷൻ്റെ കാര്യങ്ങൾ മൊത്തം നമുക്ക് പഠിക്കാൻ പറ്റും. പിന്നീട് ഇപ്പോഴത്തെ പുതിയ അവരുടെ പ്രൊജക്റ്റുകളെ കുറിച്ചൊക്കെ അവർ പറയും. പിന്നീട് ഇലോൺ മസ്കിൻ്റെ മിഷൻസ്, ഈ സ്പേസ് എക്സിൻ്റെ തകർന്നു പോയ റോക്കറ്റിൻ്റെ ഒക്കെ ഭാഗങ്ങൾ, അതൊക്കെ അവിടെ കിടപ്പുണ്ട്. അതെല്ലാം പഠിപ്പിക്കും നമ്മൾ. എന്നിട്ട് ആദ്യമായിട്ട് ചന്ദ്രനിൽ പോകാൻ ഉപയോഗിച്ച സ്പേസ് ഷട്ടിൽ, അതിൻ്റെയൊക്കെ ഒറിജിനൽ, ഡ്യൂപ്ലിക്കേറ്റ് ഒന്നല്ല, ഒറിജിനൽ സാധനങ്ങൾ മൊത്തം സ്പേസ് ഷട്ടിൽ അടക്കം നമുക്ക് കാണാൻ പറ്റും. അതിനകത്ത് കയറി അതിനകത്തെ കാര്യങ്ങളൊക്കെ, സെറ്റപ്പുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരും. വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്ന കാര്യങ്ങളാണ്. അത് കണ്ട് നമ്മൾ ഞെട്ടിപ്പോകും കേട്ടോ. ഞെട്ടിത്തെറിച്ചു പോകുന്ന നിമിഷങ്ങളാണത്. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് ലോകം എന്ന് മനസ്സിലാക്കി തരുന്ന കുറച്ച് നിമിഷങ്ങളാണ് ഈ നാസയിലെ ഓരോ നിമിഷങ്ങളും കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോസ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. നോക്കട്ടെ, പറ്റുമെങ്കിൽ ഒരു വട്ടം കൂടെ പോയി നമുക്ക് വീഡിയോസ് എടുക്കാൻ ശ്രമിക്കാം. ഓക്കെ, ഇപ്പോൾ കാണാം. ഓക്കെ, ബൈ.